ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമ, ഒന്ന് പ്രസന്റ് ടൈമിലെ വിഷയം സംസാരിക്കുന്ന സിനിമ. രണ്ട് രീതിയാണ്. കെ ജി ജോർജിൻ്റെ ഏറ്റവും തല്ലിപ്പൊളി സിനിമയുണ്ട്, ഇലവങ്കോട് ദേശം പോലെ. എന്നാൽ കെ ജി ജോർജിൻ്റെ മനോഹരമായ സിനിമയാണ്. ഇതിലോട്ടം പപ്പുവശൻ്റെ മോൻ ചെയ്ത വേഷം വേറെ വല്ലവരാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കുന്നത് കലാഭവൻ ഷാജോണിനായിരിക്കും. കാരണം അവൻ ദൃശ്യത്തിൽ നന്നായിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ദിലീപിൻ്റെ അത്ര പൊക്കമുള്ള ഒരു ചുരുട്ടും കടിച്ചു പിടിച്ച് ബാന്ദ്ര പോലുള്ള കൂതറ സിനിമകൾ ചെയ്യുന്നതാണ് ദിലീപേ നിൻ്റെ പരാജയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തു. ഇപ്പം ചെയ്യുന്നത് ഈ കോക്ക് എന്നൊക്കെ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലർ ആരോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന്. അയാൾ പോലും ആ ഗസ്റ്റ് പോലെ അയാളുടെ അനുജൻ്റെ വേഷത്തിൽ വന്നിട്ട് അയാൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോണി ആൻ്റണി ചുരണ്ടി ഇങ്ങനെ ഫോണിലിരുന്ന് ജീവിതം നശിപ്പിക്കുന്ന യുവതലമുറയെ നന്നായിട്ട് കളിയാക്കി. അതിൽ ആ യൂട്യൂബർ ജീവിതം പോലെ നശിപ്പിക്കുകയാണ്. അവള് റീച്ചിന് വേണ്ടി ജീവിതം മറന്നുപോയി. കാരണം ദിലീപിനെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്, ദിലീപിനെ എങ്ങനെ പിടിക്കാന്ന്. അയാൾ 150 രൂപ കൊടുത്ത സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ 150 രൂപ കൊടുത്തിട്ടേ 150 കോടി എടുത്ത സിനിമയാണ് കൊല്ലണം. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഞാനാണ് നിർമ്മിച്ചത്. ഞാൻ കൊണ്ടുവന്ന ഈ തിയേറ്ററിൽ ഇത് വിജയിക്കില്ല. പക്ഷെ പ്രശ്നം ഇപ്പോൾ പറ്റാൻ എന്തറിയോ, ലിസ്റ്റിന്റെ ലോട്ടറി അടിച്ചു, ബെമ്പർ അടിച്ചു. കാരണം എന്തറിയോ, എതിരാളികൾ ഉള്ളപ്പോഴാണ് എപ്പോഴും ഒരു ഫൈറ്റ്. ഇതിപ്പോൾ മമ്മൂട്ടി ഇല്ല, സുരേഷ് ഗോപി ഇല്ല, ജയറാം ഇല്ല, ദിലീപ് ഇല്ല, ഇയാൾ ഒറ്റയ്ക്കായി. മറ്റേ ഈ പുതിയ കൂതറപ്പിള്ളരെന്ന് ഞാൻ മോഹൻലാലിൻ്റെ എതിരാളി എന്ന് പറയില്ല. ഈ അടുത്തിടെ ഇറങ്ങിയ 2 സിനിമയാണ് മോഹൻലാൽ നായകനായ തുടരും, അതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം ദിലീപിൻ്റെ ഒരു വിജയ ചിത്രം എന്ന രീതിയിൽ പറയാവുന്ന വളരെ മികച്ച ഒരു ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി. ഞാൻ ആ ചിത്രം കണ്ടതാണ്. വളരെ മികച്ചൊരു ചിത്രമായിട്ടാണ് എനിക്ക് തുടരും എന്ന ചിത്രത്തേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ആ ചിത്രമാണ്. അതിൽ സമകാലീന വികാസങ്ങൾ, പ്രത്യേകിച്ച് വ്ളോഗർമാർ, സിനിമ എടുക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ, ഇവരെയൊക്കെ സംബന്ധിച്ചുള്ള വളരെ ആക്ഷേപഹാസ്യങ്ങൾ സമകാലീന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ്. യഥാർത്ഥത്തിൽ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ട്. പക്ഷേ ഒരു മികച്ച സിനിമയാണ്. ഇത് ദിലീപിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ്. എന്താണ് ചേട്ടന് തോന്നുന്നത്? ചേട്ടൻ സിനിമ കണ്ടോ? 2 സിനിമയും ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത്? രണ്ടും. എന്നാലും കുറച്ചുകൂടി ഒന്ന് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമ, ഒന്ന് പ്രസന്റ് ടൈമിലെ വിഷയം സംസാരിക്കുന്ന സിനിമ. രണ്ട് രീതിയാണ്. രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെയാണ് ഒരാൾ. ഞാനതിൽ കാണുന്നത് അങ്ങനെയാണ് കാണാറ്. അതായത് എനിക്ക് ഇപ്പം ചോദിക്കും, എല്ലാവരും ചോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകനായിരുന്നു. ഭരതൻ്റെ മോശം സിനിമയുണ്ട്, പക്ഷെ ഭരതൻ്റെ മനോഹരമായ സിനിമയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കാണാം. കെ ജി ജോർജിൻ്റെ ഏറ്റവും തല്ലിപ്പൊളി സിനിമയുണ്ട്, ഇലവങ്കോട് ദേശം പോലെ. എന്നാൽ കെ ജി ജോർജിൻ്റെ മനോഹരമായ സിനിമയുണ്ട്. അപ്പോൾ എന്ന് പറയും പോലെ നമ്മൾ സിനിമകളെ കാണുമ്പോൾ അങ്ങനെയാണ് വിലയിരുത്താൻ. അപ്പോൾ ഇതിൽ തുടരുമെന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് മലയാളിക്ക് കൊതിതീരാത്ത അഭിനയ പ്രതിഭയുടെ ഒരു കണ്ണുകൊണ്ട് പോലും ആ മനുഷ്യൻ കാണിക്കുന്ന പ്രകടനം നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിമാനുഷ്യനല്ലാത്ത സത്യനന്ദിക്കാരനെ പോലെ, കമലിനെ പോലെ, സിബി മലയിലിനെ പോലുള്ളവർ ചെയ്തിരുന്ന സിനിമകളുടെ ടോണറിലുള്ള ഒരു തരുൺമൂർത്തി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മനോഹരമായി പ്രിയദർശനൊക്കെ പോലും ഈ അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റാത്ത, മോഹൻലാലിനെ കൊണ്ട് അയാളുടെ പ്രതിഭയെ പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലത്തിൽ നിൽക്കുമ്പോൾ ഈ തരുൺമൂർത്തിയെ പോലെ ഒരു ചെറുപ്പക്കാരൻ എന്ത് രസമായിട്ട് ആ സിനിമ ചെയ്തു. പിന്നെ അതിലെ കാസ്റ്റിംഗ് ഇപ്പം തന്നെ എനിക്ക് എപ്പോഴും തോന്നിയതേ ബിനു പപ്പു ചെയ്ത ഇതിലോട്ടം പപ്പുവശൻ്റെ മോൻ ചെയ്ത വേഷം വേറെ വല്ലവരാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കുന്നത് കലാഭവൻ ഷാജോണിനായിരിക്കും. കാരണം അവൻ ദൃശ്യത്തിൽ നന്നായിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ആ സെലക്ഷൻ അടക്കം. അല്ലെങ്കിൽ അതിലെ പ്രധാന വില്ലൻ അഭിനയിച്ചിരിക്കുന്നത് ജഗന്നാഥ് വർമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകനും എന്തോ ആണല്ലോ, എന്തോ വർമ്മ. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ വേഷമൊക്കെ ആ കാസ്റ്റിങ്ങിലാണ് ആ പടം എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ. ഒരാളെ പോലും അതിൽ മിസ്കാസ്റ്റ് ഇല്ല. മറുവശത്ത് ദിലീപിൻ്റെ പടം എന്ന് പറയുന്നത് ദിലീപ് തന്നെ ചിലപ്പോൾ മനസ്സുകൊണ്ട് കുറച്ച് എന്നോട് അകന്നത്, ദിലീപിൻ്റെ അത്ര പൊക്കമുള്ള ഒരു ചുരുട്ടും കടിച്ചു പിടിച്ച് ബാന്ദ്ര പോലുള്ള കൂതറ സിനിമകൾ ചെയ്യുന്നതാണ് ദിലീപേ നിൻ്റെ പരാജയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തു. ഇവർക്കൊന്നും വിമർശനം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ദിലീപിന് എന്നോടൊരു മാനസികമായ ഒരു അകൽച്ചയുള്ളത്. ഞാനത് കാര്യമാക്കുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് തിയേറ്ററുകൾ സന്ദർശിക്കാൻ വന്നിരുന്നു. നമ്മളുടെ ഒന്നും പറയാറില്ല, വിളിക്കാറില്ല. എനിക്ക് ആളെ കാണാൻ താല്പര്യമില്ല, പോട്ടെ. അയാൾ പോയി തിരുവനന്തപുരത്ത് നിന്ന്. എന്നെ പിറ്റേ ദിവസം ആരോ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇന്നലെ ദിലീപ് വന്നിരുന്നു ഇവിടെ തിയേറ്ററുകളിൽ. ഞാൻ അറിഞ്ഞില്ല. അയ്യോ ചേട്ടനെ വിളിച്ചു പറഞ്ഞില്ല. അവൻ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യം എന്താ? നമ്മളങ്ങനെ കാണുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ സത്യമായേ പറയാവൂ. അയാൾ റാഫിയുടെ ഒരു പട്ടിയുമായിട്ടുള്ളൊരു പടം ചെയ്തു. അതിന് ശേഷം അയാൾ ചെയ്ത എല്ലാം ഒരു കൂതറ പടം. അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് വന്ന പടം പോലും, രാമലീല പോലും സൂപ്പർ ഹിറ്റായ നാടാണ്. ഇവിടുത്തെ ഒരു ഡബ്ബിങ് അമ്മച്ചി ഒരു ലൈവിൽ പങ്കെടുക്കുമ്പോൾ, ഞാനുമായിട്ട് പങ്കെടുക്കുമ്പോഴേ മനോരമയിൽ, ആ ഡബ്ബിങ് അമ്മച്ചിയോട്
ചാനൽ ചോദിച്ചു, അവതാരകൻ ചോദിച്ചു, അല്ല രാമലീല കണ്ടോ എന്നിട്ട്, ഹേയ് ഈ പെണ്ണുപിടിയൻ്റെ സിനിമ ആരെങ്കിലും കാണുമോ? അധമൻ്റെ സിനിമ കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിനെന്തെങ്കിലും മറുപടി പറയണേ? അവനൊന്നും പറയാനില്ല. 1,35,000 രൂപ വാങ്ങിച്ചിട്ടാണ് ആ അധമൻ്റെ അമ്മയായിട്ടുള്ള വേഷത്തിന് രാധിക മോനെ 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 110 പ്രാവശ്യം വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര ഇഷ്യൂ, അതൊക്കെയാണ് അവർക്ക് ദേഷ്യം എന്നോട്, അങ്ങനെയാണ് കേസ് കൊടുത്തത്. അപ്പം ഞാൻ പറയുന്നത് ദിലീപിന് ശത്രുക്കളുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ ഇവിടെ കോഴിക്കോടനെ പോലെ സിനിക്കിനെ പോലെ ഒരുപാട് സിനിമ നിരൂപകരുണ്ടായിരുന്നു, അശ്വതിയെ പോലെ. അപ്പോൾ മാതൃഭൂമിയിലെ അവസാന പേജിലുള്ള സിനിമ റിവ്യൂ വായിക്കാൻ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അല്ല ഇപ്പം അതില്ലല്ലോ, ഇപ്പം അതില്ല. സിനിമ റിവ്യൂ എനിക്ക് KTCയിലേക്ക് പടങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അതിനെയൊക്കെ വിമർശിക്കുന്നത് മാതൃഭൂമി തന്നെ അടിച്ചു വരുന്നതുകൊണ്ടായിരിക്കും അവർ നിർത്തി. അല്ലെങ്കിൽ സിനിമാക്കാരുമായിട്ട് PV ഗംഗാധരന് ഒരുപാട് ബന്ധമായപ്പോൾ അവരുടെ സിനിമകൾ മോശമാണെന്ന് എഴുതുന്നത് വായിച്ചിട്ട് അവർ വിളിച്ച് പരാതി പറയുന്നതുകൊണ്ടായിരിക്കും മാതൃഭൂമി അത് പോയി, ചിത്രശാല പോയി. ഇപ്പോഴും ഞാൻ ഇതുപോലെ കീറി സൂക്ഷിച്ചിട്ടുണ്ട് 100 കണക്കിന് മാതൃഭൂമിയിലെ റിവ്യൂ. പക്ഷേ അത് പടം റിലീസ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ പടത്തിന് ദോഷം ചെയ്യില്ല. ഇപ്പം ചെയ്യുന്നത് ഈ കോക്ക് എന്നൊക്കെ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ ഈ പടത്തിനെയൊക്കെ എത്ര മോശമായി വിമർശിച്ചെന്നറിയാം. എന്നിട്ട് അവൻ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് ദിലീപേട്ടൻ ജയിച്ചു ഞാൻ തോറ്റു. അപ്പോൾ ഇവൻ പർപ്പസ് ആയിട്ട് ആർക്കോ വേണ്ടി ചെയ്തതാണ്. പക്ഷം സിനിമ നല്ല സിനിമയാണ്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എന്നോട് സിന്ധു ഇങ്ങോട്ടൊരു തിരിച്ചു വരുമ്പോൾ എന്നോട് ചോദിച്ചു, അണ്ണാ ദിലീപ് ഉണങ്ങിപ്പോയോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന സിന്ധു, ദിലീപിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് 10 പ്രാവശ്യം ആത്മഹത്യ. അയാളുടെ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക സംഘർഷം നീ ആലോചിച്ചു. എന്നിട്ട് അയാൾ ഈ ഹ്യൂമർ ചെയ്യുന്നെങ്കിൽ അയാളുടെ നടൻ്റെ ടാലൻറ്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ അടുത്ത മാസം വിധി പറയാൻ പോകുന്ന ഒരു കേസിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് സർക്കാരടക്കം പൊതുസമൂഹം അടക്കം സിനിമയിലെ പ്രബലന്മാരടക്കം യവൻ്റെ ശവക്കുഴി കാണണം എന്ന് പറഞ്ഞ് ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം ദ്രോഹിച്ച് നിർത്തിയിരിക്കുമ്പോൾ പോലും അയാൾ ഈ പടത്തിൽ ഹ്യൂമർ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനെ വേണം നീ കാണാൻ ഞാൻ സിന്ധുവിനോട് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ സിന്ധുവിനോട് പറഞ്ഞ അടുത്തൊരു കമൻറ്റ്, ചാന്ത് പൊട്ട് കാണാൻ പോയപ്പോൾ ഉള്ള ആളല്ലല്ലോ നീ അതിനുശേഷം വയസ്സായില്ലേ എന്ന് ഞാൻ സിന്ധുവിനോട് ചോദിച്ചു. സിന്ധുവിന് ദേഷ്യം വന്നു. കാരണം ചാന്ത് പൊട്ട് കാണാൻ പോയ കാലത്തെ പ്രായമല്ല നിനക്ക്. ചാന്ത് പൊട്ടിൽ അഭിനയിച്ച ദിലീപിൻ്റെ പ്രായമല്ല ദിലീപിനിപ്പോൾ. അതെല്ലാവർക്കും മാറില്ലേ? നന്നായിട്ട് പറഞ്ഞാൽ അതിൽ ചിലർ ആരോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന്. അയാൾ പോലും ആ ഗസ്റ്റ് പോലെ അയാളുടെ അനുജൻ്റെ വേഷത്തിൽ വന്നിട്ട് അയാൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോണി ആൻ്റണി, ഞാൻ ജോണി ആൻ്റണി ആദ്യമായിട്ട് കാണുന്നത് എഡിറ്റർ G മുരളിയുടെ എഡിറ്റിംഗ് ഷൂട്ടിൽ നിസാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള അവിടെ ഇരുന്ന് ഫിലിം റോള് ചുറ്റുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അയാൾ ഒരു വളർച്ച ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, ജോണി എവിടെ നിൽക്കുന്നു. 2-3 ലക്ഷം രൂപയൊക്കെ ദിവസം വാങ്ങിക്കാവുന്ന നടനായി മാറി. എന്ത് രസമായിട്ടാണ് ആ പടത്തിൻ്റെ വിജയത്തിന് ജോണി ആൻ്റണിയുടെ സംഭാവന എന്ന് പറഞ്ഞാൽ വലിയ സംഭാവനയാണ്. ഒരു സീനിലെ ഉർവശിയുള്ളൂ. ഉർവശിയുടെ കഥാപാത്രം ചോദിക്കുന്ന ആ മന്ത്രി ചോദിക്കുന്ന 5-6 ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഈ കോലും പിടിച്ച് നടക്കുന്ന നാണം കെട്ടോമാർ 100 വട്ടം ആലോചിക്കണം. വിളിക്കാത്തടത്ത് ചെന്ന് ഒരു കോലും കൊണ്ട് കിടന്നിട്ട് ചോദിക്കുന്ന വൃത്തികെട്ടവന്മാരുണ്ടല്ലോ, എറണാകുളത്താണ് കൂടുതൽ. അവന്മാർ 100 വട്ടം ഈ പടം കണ്ടിട്ട് ഉർവശി ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്വന്തം മനസ്സിലിട്ട് അലക്കണം. അതുപോലെ തന്നെ ജീവിതം മുഴുവൻ ഈ ചുരണ്ടി സിന്ധുവിൻ്റെ ഭാഷയാണ് ചുരണ്ടക്കം, ചുരണ്ടി ഇങ്ങനെ ഫോണിലിരുന്ന് ജീവിതം നശിപ്പിക്കുന്ന യുവതലമുറയെ നന്നായിട്ട് കളിയാക്കി. കറക്റ്റ്. അതിൽ ആ യൂട്യൂബർ ജീവിതം പോലെ നശിപ്പിക്കുകയാണ്. അവള് റീച്ചിന് വേണ്ടി ജീവിതം മറന്നുപോയി. കല്യാണം കഴിഞ്ഞതുപോലും അവൾക്കറിയില്ല. ഒരു ദിവസം പോലും അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷസ്വരൂപമായിരുന്നില്ല. പക്ഷെ ഇയാളൊരു എന്താ പറയുക, അടിമപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ അവക്കങ്ങ് വിട്ടുകൊടുത്തതിൻ്റെ പരിണത ഫലത്തിലുണ്ടായ ഒരു ട്രാജഡിയിൽ നിന്നുകൊണ്ട് എന്ത് രസമായിട്ടാണ് യൂട്യൂബർമാരെ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും കാരണം കേരളത്തിൽ ചാനലിൽ വരുമ്പോൾ മുഴുവൻ പേരും കാണണമെന്ന് ഞാൻ പറയും. കാരണം ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞ ഒരു ഫോണും കൊണ്ട് കടന്നിട്ട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ പച്ചയ്ക്ക് തീർച്ചയായും തുറന്നു പറഞ്ഞൊരു സിനിമയാണ്. പിന്നെ ഒരു പുതിയ സംവിധായകനാണ്. നിങ്ങൾ ആലോചിക്കും, പുതിയ സംവിധായകൻ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കായിരുന്നു അവൻ്റെ ഓരോ ഫ്രെയിമുകൾ കാണുമ്പോഴേ. അപ്പം ഇതൊക്കെ ഇങ്ങനെ എടുക്കണമെന്ന് അവന് തോന്നിയില്ല. നമ്മൾ എളുപ്പം എടുക്കാൻ വേണ്ടിയാണെങ്കിൽ പല ഗിമ്മിക്സുകളും കാണിക്കുക. അതൊന്നും കാണിക്കാതെ
നന്നായിട്ട് ചെയ്ത സിനിമ മഞ്ജു പിള്ള. നിങ്ങൾ ആലോചിക്കും, വേറൊരു ഒരു തട്ടുകട നടത്തുന്ന സ്ത്രീയുടെ വേഷമാണ്. അതുപോലെ തന്നെ ആ നായികയായിട്ട് വന്ന കുട്ടി, അയ്യോ അവളെ മഞ്ജു വാര്യരുടെയും മോളിലെന്ന് ഞാൻ പറയും. കാരണം മഞ്ജുവിന് പോലും ഇത്ര ശോഭിക്കാൻ കഴിയില്ല ആ വേഷം. അത് എന്ത് രസമായിട്ടാ പുതിയ കുട്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ ആദ്യ കാമുകിയെ പോലെ നമ്മൾ സംശയിക്കുന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥയായിട്ട് വരുന്ന പെണ്ണ് അവളുടെ അമ്മയെ കൊണ്ട് ദിലീപിനെ കെട്ടിക്കാം. ഇത് അങ്ങനെ ഓരോരോരോ സീനുകൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയാൽ ഭയങ്കര രസകരമായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ചിലര് പ്രിൻസ് ആൻഡ് ഫാമിലിയെ പർപ്പസായിട്ട് ദിലീപിനെ ലക്ഷ്യം വെച്ച് ഇവർക്കെല്ലാം അറിയാം നല്ല സിനിമ വിധി വരാൻ പോകുന്നത് ദിലീപിന് അനുകൂലമായിരിക്കും. കാരണം ദിലീപിനെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്, ദിലീപിനെ എങ്ങനെ പിടിക്കാമെന്ന്. തെളിവുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ദിലീപിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ദിലീപിനെ തുലയ്ക്കാം. അപ്പോൾ കേസിൽ എന്തായാലും അകത്ത് പോകില്ലെങ്കിൽ നമുക്ക് തുലയ്ക്കാമെന്ന് പറഞ്ഞ് കുറേ പേര്, ഈ അശ്വന്ത് ഗോക്കൊക്കെ സത്യം പറഞ്ഞാൽ അവനെയൊക്കെ ഇവിടുത്തെ നിയമത്തിൽ ഇങ്ങനെയൊക്കെ ലൂപ്പുകളുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം അയാൾ സിനിമ കണ്ടാൽ എന്തുകൊണ്ട് അയാൾ 150 രൂപ കൊടുത്ത് സിനിമ കണ്ടെങ്കിൽ ആ സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ 150 രൂപ കൊടുത്തിട്ടേ 150 കോടി എടുത്ത സിനിമയാണ് കൊല്ലണം. ഒരു 100 കുടുംബത്തിൻ്റെ ജീവിതത്തെയാണ് നശിപ്പിക്കുന്നത്, ഒരു സിനിമ ഇൻഡസ്ട്രിയാണ് നശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മദ്യവും ലോട്ടറിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം സർക്കാരിനുണ്ടാക്കി കൊടുക്കുന്ന ഒരു കലയെയാണ് നശിപ്പിക്കുന്നത്. കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ അതിൽ ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത്. മിനിമം 1 മാസം കഴിയാതെ ഒരു പടം റിലീസ് ചെയ്ത് ആദ്യത്തെ ദിവസം ഹോൾഡ് ഓവർ ആയാൽ പോലും 1 മാസം കഴിഞ്ഞ് റിവ്യൂ കൊടുക്കാവുന്നുള്ളൊരു നിയമം കൊണ്ടുവന്നില്ല എങ്കിൽ ദിലീപിനെ പോലുള്ളവരുടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി ലിസ്റ്റൻ സ്റ്റീവനെ പോലൊരു ചെറുപ്പക്കാരൻ അയാളെയാണ് അഭിനന്ദിക്കുക. കാരണം ലിസ്റ്റൻ വിചാരിച്ചാൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആയാലും കുഞ്ചാക്കോ ബോബൻ്റെ ആയാലും നിവിൻ പോളിയുടെ ആയാലും ആരുടെയും ഡേറ്റ് കിട്ടാവുന്ന നിർമ്മാതാവാണ്. സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന ഒരു നിർമ്മാതാവാണ്. അയാളെ പോലെ ഒരാൾ ദിലീപിനെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ തോന്നുകയും ഒരു പുതിയ സംവിധായകനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കുകയും ആ സിനിമ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഞാനാണ് നിർമ്മിച്ചത്. ഞാൻ കൊണ്ടുവന്ന ഈ തിയേറ്ററിൽ ഇത് വിജയിക്കില്ല. കാരണം എനിക്ക് നല്ല തിയേറ്ററുകൾ കിട്ടില്ല, ഇതുപോലെ പബ്ലിസിറ്റി കൊടുത്ത് കൊണ്ടുവരാൻ കഴിയില്ല. സാറ്റലൈറ്റ് പോലും ഇതുവരെ വിറ്റിട്ടില്ല. വിൽക്കാത്തത് ദിലീപിന്റെ മാർക്കറ്റ് ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല സിനിമ. പക്ഷെ പ്രശ്നം ഇപ്പോൾ പറ്റാൻ എന്താ അറിയോ, ലിസ്റ്റിന്റെ ലോട്ടറി അടിച്ചു, ബെമ്പർ അടിച്ചു. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഈ ദിലീപിന്റെ ഈ സിനിമ ഒരു 10 കോടി രൂപയ്ക്ക് വിൽക്കാതിരുന്നാണെന്ന് വെച്ചു, ഇപ്പൊ അത് 30 കോടി കിട്ടും. അപ്പൊ അതിൽ ലിസ്റ്റൻ രക്ഷപ്പെട്ടു. അത് അയാളുടെ മനസ്സായിരിക്കാം, ലിസ്റ്റന്റെ മനസ്സുകൊണ്ടായിരിക്കാം. കാരണം ദിലീപിനെ പോലെ ഒരാളെ വെച്ച്, അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ എതിരാളികൾ എന്നാണ് എല്ലാവരും പറയുന്നത്. പൃഥ്വിരാജാണ് ദിലീപിന്റെ ഏറ്റവും വലിയ എതിരാളി എന്നാണ് പറയുന്നത്. ആ പൃഥ്വിരാജിന്റെ ഏറ്റവും മനസ്സാക്ഷിയായ ലിസ്റ്റൻ തന്നെ ദിലീപിനെ ഒരു റീ എൻട്രി. അപ്പൊ മോഹൻലാലിന് ഒരു റീ എൻട്രി കിട്ടി, മോഹൻലാലിന് തുടക്കത്തിലുള്ള റീ എൻട്രി കിട്ടി, അയക്കും കിട്ടി. ഇപ്പൊ മോഹൻലാൽ പറയും ഞാനെങ്ങും പോയില്ലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ചതഞ്ഞ് കിടക്കായിരുന്നു. അദ്ദേഹത്തിന് ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അപ്പോഴും എനിക്ക് ഈ കഥയോട് ചില വിയോജിപ്പുകളുണ്ട്. കാരണം ഇതിപ്പോൾ ദുരഭിമാനക്കൊലയാണ് കാണിക്കുന്നത്. ദുരഭിമാനക്കൊല ചെയ്യുന്നത് പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസർ അയാളുടെ മകളുമായി ബന്ധമുള്ള ഈ മോഹൻലാലിന്റെ അവരെ അപ്പൊ ആ കൊല്ലുമ്പോഴും അവസാനം എൻഡ് ഓഫ് ദ ഡേ ജയിലിൽ പോകേണ്ടി വരുന്നത് നല്ലവനായ നായകനാണ്. അവിടെ അതിവിടെ ഒരുപാട് പേർക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പേര് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജിഷ കൊലക്കേസിലെ പ്രതി അടക്കം പലരെയും പറയുന്നത് അവരല്ല പറയുന്നു. പിന്നെ ആളൂര് പോയോണ്ട് അതിന്റെ കൂടുതൽ അറിയാനും പറ്റില്ല. അങ്ങനെ പൊതുവെ ഒരു കേരളത്തിൽ എത്രയോ കൊലപാതകികൾ നിരപരാധികൾ. അപ്പോൾ അതൊക്കെ ഇവിടെ സംഭവിക്കും. പിന്നെ പോലീസുകാർ കാക്കിയിട്ടാൽ എല്ലാവരും നല്ലവരെന്നൊന്നും പറയണ്ട. എൻ്റെ നാട്ടിൽ താമസിച്ചിരുന്ന സുഗതൻ എന്ന് പറഞ്ഞൊരു DYSP ഉണ്ടായിരുന്നു. അയാൾ എന്താ പറയുക, ഒരു ദുരഭിമാന കൊല നടത്തിയല്ലേ, കാമുകിയുടെ 2ാം കെട്ടുകാരിയായ ഭാര്യയുടെ കാമുകനെ. അതുപോലെ തന്നെ വേറൊരു DSP ഷാജി കാർത്ത് കഷ്ണം കൊണ്ടുവന്ന് കായലിലോ പാലത്തിലോ. പോലീസുകാരിൽ ക്രിമിനലുകൾ ഇല്ല എന്നൊന്നും പറയണ്ട. എന്തായാലും അയാൾ മനോഹരമായി ചെയ്തു. ആ മനുഷ്യൻ മനോഹരമായി ചെയ്തു. പിന്നെ ചിലർ എന്നോട് പറഞ്ഞാൽ എന്താ പറയുക, ചേട്ടൻ എങ്ങനെ കേട്ടോ ഈ പണം ഇഷ്ടപ്പെട്ടത്, ദൃശ്യത്തിൻ്റെ 2ാം ഭാഗമല്ലേ, എന്തൊക്കെ എന്ത് പറയാനെന്ന് മറുപടി. ദൃശ്യത്തിലെ ദുരഭിമാന കൊല അല്ല, ഇത് ദുരഭിമാനം രക്ഷിക്കാൻ വേണ്ടിയേ, ഒരു മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഇത് ദുരഭിമാന കൊലയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ദൃശ്യം അല്ല, തുടരിന്റെ വഴിക്ക് പോട്ടെ. പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല ഫിലിമാണ്. ഞാൻ ദിലീപിന്റെ ഈ സിനിമ മനോഹരമായ സിനിമയും ദിലീപിന് ഒരു റീബർത്തും കിട്ടിയ പടം. ഞാൻ ദിലീപ് എന്ന നടനെ ഇഷ്ടപ്പെടുന്ന ആളോ ദിലീപിന്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളോ അല്ല ഞാൻ. പക്ഷേ എനിക്ക് വളരെ നല്ലതായി സമകാലീന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളും ഈ വ്ളോഗേഴ്സിനെയൊക്കെ നിരന്തരം കാണുന്നത് കൊണ്ട് ഇതിൽ യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ട്. വളരെ എല്ലാവരും സിനിമ എന്താണെന്നുണ്ടോ ചേട്ടാ, ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും ഈ ഒരു ബ്ലോഗറായിട്ടാണ്.
മാന്യമായിട്ട് എനിക്ക് ഞാൻ ഓൺലൈൻ ചാനലാണ് ഇപ്പം നടന്നത്. പക്ഷേ പ്രശ്നം എന്താ പറയുക, എനിക്ക് പലപ്പോഴും കാണുമ്പോൾ നാണം തോന്നും കേട്ടോ. വിളിക്കാത്തടത്ത് വന്നേ കല്യാണത്തിനൊന്നും വിളിക്കാതെ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ എന്തൊരു നാണക്കേടെന്നേ അത് ഈ കോലം പിടിച്ച് നടക്കണേ. അത് ഭയങ്കര കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഞാൻ പറയാം. അവിടെ അതുപോലെ തന്നെ ഈ ബ്ലോഗർമാരും ഈ എന്താ പറയുക കാതി കമ്മലിടാത്ത വക്കീലും അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തെ ഡബ്ബിങ് അമ്മച്ചി എല്ലാം കൂടെ ചേർന്ന് ചാനലിൽ വന്നിരുന്ന് ഇനി എന്തൊക്കെ തള്ളക്കി വിളിച്ചാലും ശരി ദിലീപിനോട് ജനത്തിന് ഇഷ്ടമാണെന്ന് വീണ്ടും തെളിയുകയാണ്. ദിലീപിനെ ഒതുക്കാൻ നീയൊന്നും 7 ജന്മം എടുത്താൽ കഴിയില്ല എന്ന് തെളിയിച്ച സാധാരണക്കാരനും ഒരുപാട് ഇപ്പോൾ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ലിബർട്ടി ബഷീർ ഏറ്റവും കൂടുതൽ ദിലീപിനെ ക്രൂശിച്ച ഒരു മനുഷ്യനാണ്. ലിബർട്ടി ബഷീർ ഇപ്പോൾ പറയല്ലേ, തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എൻ്റെ തിയേറ്ററിൽ ലിബർട്ടി തിയേറ്ററിൽ 3 തിയേറ്ററായിട്ട് ഒന്നിച്ചുണ്ടല്ലോ സമുച്ചയം. അപ്പോൾ അവിടെ 15-20 ടിക്കറ്റ് ഫാമിലിയായിട്ട് കാണാനായിട്ട് എടുത്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ദിലീപിൻ്റെ സിനിമയ്ക്കും 15-20 ടിക്കറ്റ് ഒന്നിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്ന് ലിബർട്ടി ബഷീർ പറയുമ്പോൾ അതിൻ്റെ പ്രസക്തി കൂടുന്നു. അപ്പോൾ ലിബർട്ടി ബഷീർ പോലും ദിലീപിനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിലീപിൻ്റെ ഒരു റീബർത്ത് തന്നെയാണ്. പിന്നാലെ വരുന്ന സിനിമകളും ഒക്കെ ഇതുപോലെ ഓടട്ടെ. ഇപ്പം തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സത്യേട്ടൻ്റെ പടം ഓണത്തിന് വരുന്നു. ആശീർവാദ് ആൻ്റണിയാണ് പ്രൊഡ്യൂസർ. അതും ഇതുപോലെ നന്നായിട്ട് ഓടുകയാണെങ്കിൽ മോഹൻലാൽ എന്താ പറയുക 1ാം സ്ഥാനക്കാരനായി ആണിയടിക്കും വീണ്ടും. ഇടയ്ക്ക് യൂട്യൂബർമാരൊക്കെ എഴുതിയിരുന്നു 1ാം സ്ഥാനം പോയി 2ാം സ്ഥാനം പോയി എന്നൊക്കെ. ഒരിടവും പോയില്ല എന്ന് മോഹൻലാൽ തെളിയിച്ചതുപോലെ ദിലീപും ജനപ്രിയ നായകനായി തെളിയിക്കും എന്ന് പറഞ്ഞു. ഇതിനിടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, മോഹൻലാലിൻ്റെ എതിരാളികളില്ല. അതാണ് മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. എതിരാളികളുള്ളപ്പോഴാണ് എപ്പോഴും ഒരു ഫൈറ്റ്. ഇതിപ്പോൾ മമ്മൂട്ടി ഇല്ല, സുരേഷ് ഗോപി ഇല്ല, ജയറാം ഇല്ല, ദിലീപ് ഇല്ല, ഇയാൾ ഒറ്റയ്ക്കായി. മറ്റേ ഈ പുതിയ കൂതറപ്പിള്ളേരെന്ന് ഞാൻ മോഹൻലാലിൻ്റെ എതിരാളി എന്ന് പറയില്ല, ഇപ്പോഴത്തെ പുതിയ പിള്ളേരെ. പക്ഷേ എതിരാളി ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ തുടരിൻ്റെ വിജയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ ഹ്യൂമർ ചെയ്യാൻ ഇപ്പോഴും ഞാനേ ഉള്ളൂ. മലയാളത്തിൽ വേറെ ഒരു പുതിയ തലമുറയിൽ നടന്നുമില്ല എന്ന് പറയാം. ഞാൻ പലപ്പോഴും ആലോചിക്കും, ചാന്ത് പൊട്ട് ഇപ്പം ലാൽ ജോസിന് ഒന്നുകൂടെ റീമേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദിലീപിന് വരെ ആരെ വയ്ക്കുന്നുണ്ട് ഒരുത്തനും. ഈ പറയുന്ന 3 കോടി 5 കോടിയൊക്കെ 10 കോടിയൊക്കെ ചോദിക്കുന്ന ഒരുത്തനും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹ്യൂമർ ചെയ്യാൻ എതിരാളി ഇല്ലാത്ത ഏക ആളായി ദിലീപ് മാറി. അപ്പം ദിലീപിനും മോഹൻലാലിനും എതിരാളികളില്ല. ഒരു സീരിയസ് വേഷങ്ങൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ മോഹൻലാലും ഹ്യൂമർ ചെയ്യാൻ ദിലീപും, ഇവർക്ക് 2 പേർക്കും എതിരാളികളില്ല എന്ന് വർത്തമാനകാല മലയാള സിനിമ തെളിയിക്കുന്നതാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയുടെയും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെയും വിജയം സൂചിപ്പിക്കും.